കഴിഞ്ഞ നവരാത്രി സമയത്തുള്ള ഒരു അനുഭവം ഒരു കഥ പോലെ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. ഒരമ്മയാണേ. ഉണ്ണിക്കണ്ണനും ഉണ്ണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സർവം കൃഷ്ണാർപ്പണം. ഇന്ന് വിജയദശമി. അമ്മേ ദേവി ശരണം. വിജയദശമിക്കുള്ള കഥയാണ് ഇപ്പോഴാണ് അയച്ചു തന്നിരിക്കുന്നത്. രാവിലെ അമ്പലത്തിൽ പോയി വന്നു. വീട്ടിൽ വന്ന് പുസ്തകം പൂജിച്ചെടുത്തു. ദേവീ ഭാഗവതം പൂജിക്കാൻ വെച്ചിരുന്നു. അത് പകുത്തെടുത്ത് വായിച്ചു. എനിക്ക് കിട്ടിയത് നവരാത്രി പൂജയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്ന പേജായിരുന്നു കേട്ടോ. എന്തോ ഭയങ്കര സന്തോഷമായി. അമ്മേ ദേവി ശരണം. എൻ്റെ കൃഷ്ണ, നേദിക്കാൻ വെച്ച അവിലും മലരും കൽക്കണ്ടം പഴം എല്ലാവരും കഴിച്ചു. ഉണ്ണിക്ക് കൊടുത്തപ്പോൾ പറഞ്ഞു എനിക്ക് നേന്ത്രപ്പഴം ഇഷ്ടമാണെന്ന്. ഞാൻ ഉണ്ണിയോട് പറഞ്ഞു ഇന്ന് വിജയദശമിയല്ലേ, ദേവിയുടെയോ ഉണ്ണിക്കണ്ണൻ്റെയോ ഇഷ്ടമുള്ള ചിത്രം വരച്ചോളൂ എന്ന്. ഇന്ന് ഉണ്ണിക്കണ്ണനെ അല്ല കൃഷ്ണനെയാണ് വരച്ചത്. ആദ്യമായാണ് ഒരു യുവാവായ കൃഷ്ണനെ വരയ്ക്കുന്നത്. നമ്മുടെ കൃഷ്ണനല്ലേ, എങ്ങനെ വരച്ചാലും സുന്ദരനല്ലേ. വടക്കുന്നാഥന്റെ പുണ്യഭൂമിയിൽ നിന്നും ഭൂലോക വൈകുണ്ഠനാഥന്റെ അടുത്തേക്ക് 11 മണി കഴിഞ്ഞ് ട്രെയിനുണ്ട്. അതിൽ ഗുരുവായൂർ പോകാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. 10 മണിയായപ്പോഴേക്കും എല്ലാം കഴിഞ്ഞ് റെഡിയായി. ഞങ്ങൾ ബസ്സിന് പോയി. അവിടെ എത്തിയപ്പോൾ എൻ്റെ കൃഷ്ണ എന്താ തിരക്ക്. ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചു. അയ്യപ്പനെയും ദേവിയെയും തൊഴുതു. കൂത്തമ്പലത്തിൽ സരസ്വതി പൂജയുടെ എവിടെയും തൊഴുതു. അകത്ത് കൗണ്ടറിൽ നിന്നും നെയ്വിളക്ക്, വെണ്ണ, പഴം, പഞ്ചസാര എല്ലാം ഷീട്ടാക്കി പുറത്ത് കടന്നു. എന്നും നെയ്വിളക്കും വെണ്ണയുമാണ് ഷീട്ടാക്കാറ്. കാരണം ഉണ്ണിക്കണ്ണന് വെണ്ണയല്ലേ ഇഷ്ടം. ഉണ്ണിക്കും വെണ്ണയാണ് ഇഷ്ടം. കഴിഞ്ഞ തവണ വന്നപ്പോൾ പ്രസാദം വാങ്ങാനുള്ള ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു ചേച്ചി വന്ന് ഇതൊന്ന് വാങ്ങിത്തരുമോ എന്ന് ചോദിച്ച് എൻ്റെ കയ്യിൽ ഷീട്ട് തന്നു. പഴവും പഞ്ചസാരയും വാങ്ങിക്കൊടുത്തു. അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു, അയ്യോ മോൾക്ക് പഴം കിട്ടിയില്ലേന്ന്. ഞാൻ വെണ്ണ ഷീട്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ ചേച്ചി എനിക്ക് നിർബന്ധിച്ച് ഒരു പഴം തന്നു. അതുകൊണ്ട് ഇത്തവണ പഴവും പഞ്ചസാരയും കൂടി ഷീട്ടാക്കിയിരുന്നു. പ്രസാദം കിട്ടിയപ്പോൾ അത്ഭുതപ്പെട്ടു. കൂടെ ഒരുപാട് സന്തോഷവും. എൻ്റെ കൃഷ്ണ, ഇന്ന് നേന്ത്രപ്പഴമാണ് കിട്ടിയത്. ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായാണ് നേന്ത്രപ്പഴം പ്രസാദമായിട്ട് കിട്ടുന്നത്. എന്നും ചെറിയ പഴമാണ് കിട്ടാറുള്ളത്. എൻ്റെ ഉണ്ണിക്ക് നേന്ത്രപ്പഴമാണ് ഇഷ്ടമെന്ന് ഭഗവാൻ മനസ്സിലായി. എന്തായാലും സന്തോഷത്തോടെ വീട്ടിൽ തിരിച്ചെത്തി. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. എന്താല്ലേ കഥ എഴുതിയത്. എത്ര മനോഹരമായിട്ടാണ്. സിംപ്ലിസിറ്റിയാണ് ആ എഴുത്തിലുള്ളത്. കണ്ണനോടുള്ള സ്നേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ ഓരോ വരികളിലും അല്ലേ. നല്ലൊരു സുഖം ഉണ്ടായിരുന്നില്ലേ നമ്മൾ അറിയാതെ 2-3 ഉത്സവങ്ങളിൽ ഒന്നിച്ച് പങ്കെടുത്ത ഒരു പ്രതീതി. എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം. ജോയിൻ ബട്ടണിലൂടെ വരണം. കഴിയുന്ന ദിവസമൊക്കെ നമ്മൾ കൃഷ്ണവിഗ്രഹം സമ്മാനം കൊടുക്കുന്നുണ്ട്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എല്ലാവരിലേക്ക് എത്തിക്കേട്ടോ. ഹരേ കൃഷ്ണ.